കേരളത്തിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വികസന രംഗത്തും വൻതോതിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയതയുടെ ഭാഗമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിരൂക്ഷമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം ഈ ജനവിരുദ്ധ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കാനും കേരളത്തിന്റെ വികസനവും ജനക്ഷേമ നടപടികളും തുറന്നു കാണിക്കാനും വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടിനെ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുന്നതിനും വേണ്ടി ഈ ജാഥകളെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ മേഖലാതല ജാഥകൾ പര്യടനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും നിലവിൽ MLA-മാർ അസംബ്ലി മണ്ഡലങ്ങളിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുടെ നേതൃത്വത്തിൽ MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ജനുവരി മാസം 12-ാം തീയതി കേരളത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ ഗൂഢനീക്കങ്ങൾക്കെതിരായി കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ സാമ്പത്തിക ഉപരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 9267.67 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നെല്ല് സംഭരണത്തിനുള്ള ഇൻസെന്റീവ് വഴി 1334 കോടി രൂപ കേരളത്തിന് നൽകാൻ ബാക്കിയാണ്. SSA അതുവഴി നടത്തുന്ന പരിഷ്കരണ നടപടികൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പരിഷ്കരണ നടപടികൾ, ഇതുവഴി കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് 1066.36 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകാൻ ബാക്കി നിൽക്കുന്നത് 341 കോടി രൂപയാണ്. ജലജീവൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം നൽകാൻ ബാക്കി നിൽക്കുന്നത് 650 കോടി രൂപയാണ്. തൊഴിലുറപ്പിന്റെ ഈ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിന് അധിക ബാധ്യതയായി വന്നിട്ടുള്ളത് 3544 കോടി രൂപയാണ്. ഇത്തരം ബാധ്യതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിന് പുറമെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ടുന്ന കുടിശ്ശിക 6947.36 കോടി രൂപയുണ്ട്. 6947.36 കോടി. ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 12-ന് ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലേബർ കോഡിന്റെ പ്രശ്നമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നമുണ്ട്, വർഗീയവൽക്കരണത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനുവരി 12-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരത്തിൽ LDF-ന്റെ നേതാക്കന്മാരെല്ലാം ആ സമരത്തെ അഭിവാദ്യം ചെയ്യും. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന പാർട്ടികളുണ്ട്, അവരും വർഗബോജന സംഘടനകളും ഇവരെല്ലാം ചേർന്ന് പ്രകടനമായി വന്ന് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്ന നടപടികളും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിനും ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാതല സമിതികളും
അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികളും പഞ്ചായത്തിലെ കമ്മിറ്റികളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യോഗം ചേർന്ന് ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പരിപാടികൾ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചും ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്.